ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ആയിട്ടാണ്. നമ്മുടെ കിങ് ഫിഷ് ബിരിയാണിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബിരിയാണിയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നമ്മുടെ മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ബിരിയാണി അരി കഴുകി വെച്ചത് അതിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഊറ്റി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, വേപ്പിൻ്റെ ഇല ഇതൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഇത് ഫിഷ് മസാല തേച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് സാധാരണ മസാലപ്പൊടികളൊക്കെ ഇട്ട് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനെല്ലാം മാറ്റിയെടുത്ത് വെക്കാം. അതിനുശേഷം സെയിം പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഒന്ന് വേഗം വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം നമുക്കൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. ശേഷം നമുക്കതിലോട്ട് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഒരു ഗ്രേവി ആയി വരും. അപ്പോൾ നമുക്ക് വറുത്ത് കോരി വെച്ച മീൻ നമുക്കതിലോട്ട് മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീൻ ഉടയാതെ ഒന്ന് മസാലയെല്ലാം മീനിലോട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം നല്ല ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മേലെ കുറച്ചും കൂടെ മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ബിരിയാണി റൈസ് എല്ലാം നമുക്കതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള അതെല്ലാം ഇതിൻ്റെ മേലെ ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ച് നമുക്ക് ദമ്മിലിട്ട ശേഷം നമുക്ക് തുറന്ന് നല്ല ബിരിയാണി റെഡിയായി.
ഓക്കെ ഗായ്സ്, എൻ്റെ ഈ തട്ടിക്കൂട്ട് ബിരിയാണി ഇഷ്ടമായാൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ ഗായ്സ്, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.